30 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ചതുരത്തെ പറ്റി മാത്രം ചിന്തിക്കുക. അപ്പോൾ ചതുരം എന്താണെന്ന് അറിയണം. എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെയും 30 ഇവിടെയും 30 മീറ്റർ എന്ന് വരും. ഇവിടെ 40 ഇവിടെ 30. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അറിയേണ്ടത് എന്താണ് ചുറ്റളവ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കാണാം? എല്ലാ സൈഡ്സും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 40 + 40 80, 80 60 കൂടി 140 മീറ്റർ എന്ന് കിട്ടും. ഇനി എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? ഈ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ. അപ്പോൾ എന്താണ് സമചതുരം എന്നറിയണം. സമചതുരം എന്ന് പറയുന്ന എല്ലാ വശവും തുല്യമായ, അതായത് 4 വശമുണ്ട്, ആ 4 വശവും തുല്യമായ രൂപമാണ് എന്ത്? സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സമചതുരത്തിന് 4A എന്ന് എടുക്കാം. 4A എന്ന് പറയുന്നത് 140 വരും. ഇവിടെ A എന്ന് പറയുന്നത് എങ്ങനെ വരും? 140/4 എന്ന് ചെയ്യണം. അപ്പോൾ എത്ര വരും? 35 എന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. ഇവിടെ 35, ഇവിടെ 35, ഇവിടെ 35, 35, 35, 35, 70, 70, 70, 140. അപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഒരു വശം, സമചതുരത്തിൻ്റെ ഒരു വശം എത്രയായിരിക്കും? 35 മീറ്റർ ആയിരിക്കും. 35 മീറ്റർ ആയിരിക്കും.